BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കൊച്ചി മേയർ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ കൊഴുക്കുകയാണ്. തുടക്കം മുതൽ തന്നെ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിച്ച് അവസാനം കൈവിട്ട പാർട്ടി നടപടിയിൽ തൃപ്തരല്ലാത്ത ഒരു കൂട്ടമുണ്ട്. അതൃപ്തി നേരിയ തോതിൽ പ്രകടിപ്പിച്ചതോടെ ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുകയാണ് നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. അതിനായി മേയർ സ്ഥാനത്തേക്ക് പല ഘടകങ്ങൾ പരിഗണിച്ചപ്പോൾ പാർട്ടിയുടെ മുതിർന്ന വനിതാ നേതാവിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനത്തേക്ക് പരിഗണന കിട്ടാതെ പോയി. ദീപ്തിയെ മെട്രോപൊളിറ്റൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കാമെന്നാണ് ഇപ്പോൾ നേതൃത്വം ഉറപ്പു നൽകിയിരിക്കുന്നത്. മുൻ കൗൺസിലറായിരുന്ന ദീപ്തി പാർട്ടിയുടെ മുതിർന്ന നേതാവെന്ന നിലയിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് പ്രവർത്തകർ കരുതിയിരുന്നു. എന്നാൽ ലത്തീൻ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള കൊച്ചി നഗരത്തിൽ തങ്ങളുടെ ആൾ മേയർ സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം സഭാ നേതൃത്വം പരസ്യമായി തന്നെ ഉന്നയിച്ചു. ഇതോടെ ആ വഴിക്ക് ചിന്തിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായി. അതിനൊപ്പം തന്നെ ഗ്രൂപ്പ് പരിഗണന കൂടി വന്നതോടെ നേതൃത്വത്തിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നു. ഇതോടെ കൗൺസിലർമാരുടെ മനസ്സറിയാൻ നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു. കോൺഗ്രസിന് 42 അംഗങ്ങളാണുള്ളത്. അതിൽ 22 പേർ എ വിഭാഗക്കാരാണ്. അവർ എ വിഭാഗക്കാരിയായ ഷൈനി മാത്യുവിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ഐ വിഭാഗത്തിലെ 17 പേർ VK മിനിമോൾ മേയർ ആവണമെന്ന് പറയുകയും ചെയ്തു. KC വേണുഗോപാൽ വിഭാഗക്കാരിയായി അറിയപ്പെട്ടിരുന്ന ദീപ്തി മേരിക്ക് വേണ്ടി 3 പേരാണ് അഭിപ്രായം പറഞ്ഞത്. KPCC ജനറൽ സെക്രട്ടറിയെ തഴയേണ്ടി വന്ന സാഹചര്യത്തിലാണ് അവർക്ക് MPC ചെയർപേഴ്സൺ സ്ഥാനം നൽകാമെന്ന വാഗ്ദാനം നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ തഴഞ്ഞ നടപടിക്കെതിരെ പ്രതികരിച്ച കൂട്ടത്തിൽ ദീപ്തി മേരി വർഗീസ് സംശയ നിഴലിൽ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. തനിക്ക് ആദ്യം വാഗ്ദാനം തന്നത് സതീശനാണെന്നും ഇപ്പോഴത്തെ തീരുമാനത്തിനുത്തരം അദ്ദേഹം തന്നെ പറയണമെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരുന്നു. ഷൈനി മാത്യുവിനെ കൂടുതൽ പേർ പിന്തുണച്ചുവെങ്കിലും ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് മേയർ സ്ഥാനം വീതം വയ്ക്കാനും ആദ്യ അവസാനം VK മിനിമോൾക്ക് നൽകാനും തീരുമാനമായത്. മിനിമോൾ ഐ വിഭാഗക്കാരി ആയതിനാൽ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എ വിഭാഗത്തിൽ നിന്നുള്ള ദീപക് ജോയെ പരിഗണിക്കുകയായിരുന്നു. ഐ വിഭാഗത്തിലെ മുതിർന്ന നേതാവ് KVP കൃഷ്ണകുമാറിനാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് രണ്ടാം ഊഴമുള്ളത്. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.